റസൂലുള്ള പറഞ്ഞ സലാത്തേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് ഏത് ഖുർആനിലാണ് മൗലവിമാരെ ഉള്ളത്? റസൂലുള്ള പറഞ്ഞ സലാത്തേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് ഏത് ഹദീസിലാണുള്ളത്? സലാത്തിന് എത്ര വാചകങ്ങളുണ്ട്? വാചകങ്ങൾ റസൂലുള്ള പറഞ്ഞത് തന്നെയാകണമെന്ന് നിങ്ങളെ കണ്ടുപിടുത്തം ബിദ്അത്തല്ലേ, പുത്തൻവാദമല്ലേ? ലോകത്തേതെങ്കിലും ഒരു ഇമാമ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇനി നാരിയത്ത് സലാത്തിന്റെ വാചകങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന വലിയ ഒരു സലാത്ത് റസൂലുള്ള ചൊല്ലിയതല്ല, സഹാബത്ത് ചൊല്ലിയതല്ല. ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. സലാത്തിന്റെ വാചകം റസൂലുള്ള പറഞ്ഞത് തന്നെ ആകണമെന്നില്ല. അവിടുത്തെ കിതാബുർ റിസാല 500-ലധികം തവണ സ്വന്തം ശിഷ്യൻ ആവർത്തിച്ചോദിയ കിതാബുർ റിസാല. ആ റിസാലയിൽ ഇമാം ശാഫിഈ കൊടുക്കുന്ന സലാത്ത് കണ്ടോ? മൗലവിമാരെ, നിങ്ങൾ പറയണം, ഇമാം ശാഫിഈ മുശ്രിക്കാണോ? ശിർക്ക് ചെയ്ത ആളാണോ? ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് നാരിയത്ത് സലാത്തിൽ പറയുന്നത് പോലെ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. നാരിയത്ത് സലാത്തിലുള്ളത് എന്താണ്? സലാത്തിന്റെ പുറമെ മദ്ഹാണ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലതൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദ്. ഇത് സലാത്താണ്. അതിന്റെ ശേഷമുള്ള വാചകമാ മൗലവിമാർക്ക് പിടിക്കാത്തത്. അതെന്താ? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു. മുഹമ്മദ് നബി മുഖേന അഴിഞ്ഞു വരാത്ത പല കെട്ടുകളും അഴിഞ്ഞു പോകും. നബി മുഖേന പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോകും. തൻഹല്ലു ബിഹിൽ ഉഖദു. മൗലവിമാർക്കത് വിശ്വാസമില്ല. പക്ഷെ അബൂജഹലിന് വരെ അതിൽ സംശയമില്ല കേട്ടോ. അതുകൊണ്ടല്ലേ മക്കയിലെ മുശ്രിക്കീങ്ങൾ കഅബത്തിന്റെ മൂലയിലുള്ള ഹജറുൽ അസ്വദ് എടുത്തു വെക്കുമ്പോ വലിയ തർക്കം നടന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് മുഖേനയല്ലേ ആ പ്രശ്നം പരിഹരിച്ചത്. അതിന് മുശ്രിക്കീങ്ങൾക്ക് വരെ തർക്കമില്ല. മൗലവിമാർക്കത് കേൾക്കുമ്പോ റസൂലുള്ളാഹിന്റെ മദ്ഹല്ലേ, അത് കേൾക്കാൻ കഴിയുന്നില്ല. തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു. നബി മുഖേന പ്രശ്നങ്ങൾ നീങ്ങിപ്പോകും, പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖളാ ബിഹിൽ ഹവായിജു. നബി മുഖേന ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും. വതുഖളാ ബിഹിൽ ഹവായിജു. അടുത്തെന്താണ്? تنفرج به الكرب وتقضى به الحوائج وتنال به الرغائب. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നബി മുഖേന നൽകപ്പെടും. അതേ സ്വർഗം വരെ കിട്ടുന്നത് നബി മുഖേനയല്ലേ? ശഫാഅത്ത് കിട്ടുന്നത് നബി മുഖേന അല്ലേ? ദുനിയാവ് കിട്ടുന്നത് നബി മുഖേന അല്ലേ? ആഖിറം കിട്ടുന്നത് നബി മുഖേന അല്ലേ? വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിം. നന്നായി മരിക്കലും അതേ അതുപോലെ എല്ലാ കാര്യത്തിന്റെ നന്മയും നബി മുഖേന ലഭിക്കും. വഹുസ്നുൽ ഖവാതിം വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം. നബിയുടെ സ്ഥാനം മുഖേന, അവിടുത്തെ ശരീരം മുഖേന, അവിടുത്തെ തിരുമുഖം മുഖേന അല്ലാഹുവിനോട് മഴ തേടപ്പെടും. മൗലവിമാർക്കത് കേട്ടുകൂടാ. നബിയെ മുൻനിർത്തി മഴ തേടുകയോ? ബുഖാരി ഒന്ന് മറിച്ചു നോക്കൂ മൗലവിമാരെ. ഹിമാലുൽ യതാമ ഇസ്മത്തുൽ ലിൽ അറാമിലീൻ. അലി ഇബ്നു അബീ താലിബ് ചൊല്ലുന്നു, നബി സന്തോഷം പ്രകടിപ്പിക്കുന്നു. അതേ റസൂലുള്ള മുഖേന മഴ തേടപ്പെടുന്നു. അതേ വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅ്ലൂബിൻ ലക്. നബിയുടെ കുടുംബങ്ങൾക്കും അനുയായികൾക്കും ഓരോ ശ്വാസത്തിന്റെയും ഓരോ സെക്കൻഡിന്റെയും എണ്ണം കണ്ട് ധാരാളം സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ, അല്ലാഹ് കൊടുക്കട്ടെ. ഇതല്ലേ നാരിയത്തു സലാത്ത്. ഇതിൽ നാറുന്ന വാചകം ഏതാണ് മൗലവിമാരെ? നിങ്ങളെ നാറുന്ന ഇസ്ലാഹി പത്രം ഈ നാദാപുരത്ത് കൊണ്ടുവന്ന് നാറ്റിച്ചതെന്തിനാണ്? നാരിയത്ത് സലാത്തിൽ നാറുന്ന വാചകം ഏതാണ് മൗലവിമാരെ?
നിങ്ങളോട് പറയട്ടെ, ശാഫി ഇമാമിന്റെ സലാത്ത് നാരിയത്ത് സലാത്തിനെക്കാളും നിങ്ങളെ ഭാഷയിൽ ശിർക്കല്ലയോ കുഫ്റല്ലയോ? കേട്ടോളൂ. فصلى الله على نبينا كلما ذكره الذاكرون وغفل عن ذكره الغافلون وصلى عليه في الأولين والآخرين أفضل وأكثر وأزكى ما صلى على أحد من خلقه وزكانا وإياكم بالصلاة عليه. നിങ്ങളെ ഭാഷയിൽ ശിർക്കല്ലേ ഇത്? നബിയുടെ പേരുള്ള സ്വലാത്ത് കൊണ്ട് അല്ലാഹ് നമ്മളെയും നിങ്ങളെയും ശുദ്ധീകരിക്കട്ടെ. ശാഫി ഇമാമിന്റെ സ്വലാത്തിന്റെ ഇടയ്ക്ക് പറയാണ്, ഏറ്റവും വലിയ സ്വലാത്ത് അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് ചെയ്യട്ടെ. എന്നിട്ട് പറയാണ്, അഫ്ളല മാ സക്കാ അഹദൻ മിൻ ഉമ്മത്തിഹി ബിസലാത്തിഹി അലൈഹി വസ്സലാമു അലൈഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു വജസാഹുല്ലാഹു അന്നാ അഫ്ളല മാ ജസാ മുർസലൻ അമ്മൻ ഉർസില ഇലൈഹി. ഇതിങ്ങനെ പറഞ്ഞിട്ട് ശാഫി ഇമാം പിന്നെ സ്വലാത്തിന്റെ ഇടയ്ക്ക് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാണ്, ഫഇന്നഹു അൻഖദനാ ബിഹി മിനൽ ഹലക. നമ്മളെ നാശത്തിൽ നിന്ന് അല്ലാഹ് രക്ഷപ്പെടുത്തിയ നബി തങ്ങൾ മുഖേനയാണ് കേട്ടോ. നബി മുഖേനയാണ് നമ്മളെ നാശത്തിൽ നിന്ന് അല്ലാഹ് രക്ഷപ്പെടുത്തിയത്. വജഅലനാ ഫീ ഖൈരി ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നമ്മളെ ഏറ്റവും നല്ല സമുദായമാക്കിയതും നബി മുഖേന തന്നെ. ദാഇരീന ബിദീനിഹി അല്ലദീ തളാ. നമുക്ക് അല്ലാഹ് പൊരുത്തപ്പെട്ട അവിടുത്തെ ദീന് കൊണ്ട് സ്വീകരിച്ചവരായ നിലക്ക് വസ്തഫാ ബിഹി മലായികത. അല്ലാഹുവിന്റെ മലക്കുകളെ അല്ലാഹ് തെരഞ്ഞെടുത്തത് നബി മുഖേനയാണ്. വമൻ അൻഅമ അലൈഹി മിൻ ഖൽഖിഹി. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കൊക്കെ അല്ലാഹ് നിഅമത്ത് ചെയ്തോ അത് മുഴുവനും നബി മുഖേനയാണ്. ഫലം തുംസിബിനാ നിഅമത്തുൽ ബഹറത് വലാ ബതനത് നിൽനാ ബിഹാ ഹദ്ദൻ ഫീ ദീനിൻ വദുനിയാ. പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ദീനിലോ ദുനിയാവിലോ ഉള്ള ഏതൊരു ഗുണം ആർക്ക് ലഭിച്ചിട്ടുണ്ടോ, ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ. എന്തെങ്കിലും മുസീബത്ത് ദുനിയാവിലോ ആഖിറത്തിലോ ദീനിലോ അല്ലെങ്കിൽ എല്ലാറ്റിലുമോ എന്ത് മുസീബത്ത് നമുക്ക് തടുക്കപ്പെട്ടു പോയോ, എന്ത് വെറുക്കപ്പെട്ടത് നീങ്ങിപ്പോയോ, ഇല്ലാ വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി സബബുഹാ. സർവാനുഗ്രഹത്തിന്റെയും കാരണക്കാരൻ, എല്ലാ മുസീബത്തും നീങ്ങിപ്പോകുന്നതിന്റെ ഇടയ്ക്കുള്ള മധ്യവർത്തി കാരണക്കാരൻ അത് മുഹമ്മദ് നബി അല്ലാതെ മറ്റൊരാളുമല്ല. അൽ ഖായിദു ഇലാ ഖൈരിഹാ. എല്ലാ ഖൈറിലേക്കും നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്നത് നബി അല്ലാതെ മറ്റാരുമില്ല. വൽ ഹാദി ഇലാ റുസ്ദിഹാ. എല്ലാ സന്മാർഗത്തിലേക്കും നമ്മളെ നയിക്കുന്നത് നബി അല്ലാതെ അല്ല. അദ്ദാഇദു അനിൽ ഹലക. നാശത്തിൽ നമ്മളെ തടുക്കുന്നത് രക്ഷപ്പെടുത്തുന്നത് നബി തന്നെ. സന്മാർഗത്തിന്റെ എതിരിൽ പിഴച്ച വഴിയിലേക്ക് മോശമായ മാർഗത്തിലേക്ക് പോകുന്നത് തടുക്കുന്നത് റസൂലുള്ള തന്നെ. അൽ മുനബ്ബിഹു ലിൽ അസ്ബാബില്ലതി തൂരിദുൽ ഹലക. നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന മുഴുവൻ മാർഗങ്ങളെയും കാരണങ്ങളെയും നമ്മളെ ഉണർത്തുന്ന റസൂലുള്ള തന്നെ. അൽ ഖായിമു ബിൻ നസീഹത്തി ഫിൽ ഇർശാദി വൽ ഇൻദാരി ഫീഹാ. അതേ സർവ നന്മയിലേക്കും ഉപദേശിച്ചു എല്ലാ തിന്മയും താക്കീത് ചെയ്തും നിന്ന് പോരുന്ന ആണ് റസൂലുള്ള തന്നെ. ഫസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലല്ലാ അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീമ ഇന്നഹു ഹമീദും മജീദ്. നാരിയത്ത് സലാത്തിലെ മുഴുവൻ ആശയങ്ങളും അതിനേക്കാൾ ഗൗരവത്തിൽ വ്യക്തമായി എഴുതിയിട്ട് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയ സലാത്ത് ഇമാം ശാഫിഈ തങ്ങളുടെ കിതാബ് റിസാലയുടെ മുഖദ്ദമ നോക്കിയാ ഞാൻ വായിച്ചത്. മൗലവിമാരെ, ശാഫി ഇമാം നാറുന്ന സലാത്ത് ചൊല്ലിയ ആളാണോ? നാരിയത്ത് സലാത്ത് നാറിയതാണോ? എത്ര സലാത്തിന്റെ വാചകങ്ങളാണ് ദുനിയാവിൽ റസൂലുള്ള തന്നെ പറയുന്നു. അതേ ഓ
മനുഷ്യ ഇദൻ തുഖ്ഫാ ഹമ്മക്, അല്ലെങ്കിൽ ഇദൻ യുഖ്ഫാ ഹമ്മുക്, നിന്റെ ദുനിയാവിന്റെ പ്രശ്നം നിനക്ക് സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടും കേട്ടോ. യുകഫറു ലക ദംബുക്, നിന്റെ ദോഷം സ്വലാത്ത് കൊണ്ട് പൊറുക്കപ്പെടും കേട്ടോ. ഇങ്ങനെ സർവ്വ പ്രശ്നങ്ങളുടെയും പരിഹാരമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ലോകത്തുള്ള മുഴുവൻ ഇമാമിയങ്ങളും സർവ്വ കിതാബുകളിലും പഠിപ്പിക്കുകയും സ്വലാത്ത് ചൊല്ലുകയും റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് ഉച്ചരിക്കാത്ത ധാരാളം 10,000 സ്വലാത്തുകൾ ഓരോ കിതാബിന്റെയും തുടക്കത്തില് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ എഴുതി വെക്കുകയും ചെയ്തിട്ട് ആ സ്വലാത്ത് മുഴുവനും അത് ശിർക്കാണ്, അറിയതാണ്, നബി പറയാത്തതാണ് എന്ന് പറഞ്ഞില്ലേ നിങ്ങളെ ഇസ്ലാഹി മാസികയിൽ? ആ നാറിയ പത്രം നാദാപുരത്ത് പ്രചരിപ്പിക്കേണ്ടതുണ്ടോ? ഇനി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ആലി